ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുണീക്ക് ഫ്ലവേഴ്സ് വിത്ത് വിജി. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒരു സൈഡ് ഡിഷ് പോലും ഇല്ലാതെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്. അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടി എങ്ങനെയായി എന്ന് നോക്കാവേ. കുറച്ചൊരു ഹാർഡായിട്ടുള്ള പോലെ നമുക്ക് ആദ്യം തോന്നും, അത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ശരിയായിക്കോളും. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ ആ ഒരു നനവ് കറക്റ്റായിട്ട് കിട്ടിക്കോളും നമുക്ക്. ഇനി അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കറി എന്തെങ്കിലും ചേർത്ത് കഴിക്കണം എന്നുള്ളതാണെങ്കിൽ ഈ പഞ്ചസാരയുടെ ആ പാർട്ടങ്ങ് ഒഴിവാക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകവും, നല്ല ജീരകമാണേ. പിന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ക്യാരറ്റും തേങ്ങയും പുട്ടുപൊടിയും ജീരകവും എല്ലാം കൂടി എല്ലായിടത്തും ഒരേപോലെ എത്തി എല്ലായിടത്തും എത്തണം. ഇത് ഏകദേശം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ചിരട്ടയുടെ ആ പുട്ടും കുറ്റി എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഈ പുട്ടിൻ്റെ പൊടി നമുക്ക് വാരിവിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം പുട്ടുകുറ്റിക്കകത്തെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലെ വിസിൽ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ചിരട്ടയുടെ കുറ്റി വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. അപ്പം നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇനി ബാക്കി പുട്ടും കൂടി നമുക്ക് അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 3 ഊറ്റ് പുട്ടാണ് കേട്ടോ 1 കപ്പ് അരിപ്പൊടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളും പറയണം. അപ്പം നാളെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്